ജോസ് കെ മാണി എന്ന് പറയുന്ന നേതാവ് കെ എം മാണി എന്ന് പറയുന്ന നേതാവിൻ്റെ നിഴലായി പോലും ആകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ട് പാർട്ടിയെ പിളർത്തിക്കൂടാ എന്ന് ആലോചിക്കുന്ന റോഷി അഗസ്റ്റിനും ഇതേ നേതൃത്വപരമായ പ്രശ്നമുണ്ട്. കേരള കോൺഗ്രസ് റോ എന്നൊരു പുതിയ പാർട്ടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് പാടായിരിക്കും. അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കാനുള്ള ഒരു 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 പദവിയിലേക്ക് റോഷി അഗസ്റ്റിന് എത്താൻ സാധ്യതയില്ല. വേറൊന്നുമല്ല, പണ്ടൊക്കെ ഉണ്ടായേനെ. ഇപ്പോൾ ഇത്തരം ഈർക്കിൽ പാർട്ടികൾക്ക് അല്ലെങ്കിൽ തന്നെ ശക്തി ക്ഷയിച്ചിരിക്കുന്ന സമയമാണ്. അവരുടെ പല മേഖലകളിലും അവർക്ക് ശക്തി വളരെ കുറവാണ്. ഇതാണ് നിലവിലുള്ള സാഹചര്യം. ഈ സമയത്ത് പാർട്ടിയുടെ ഒരു പൂർണ്ണ പിന്തുണ, സഭയുടെ പിന്തുണ, സഭയിലെ 2 അതിരൂപതകളുടെ പിന്തുണ, ഇതെല്ലാം ജോസ് കെ മാണിയുടെ കൂടെ ഉണ്ടെങ്കിൽ സുഖമായി ഇപ്പുറത്തേക്ക് വരാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പുറത്തെ സ്ഥിതി അങ്ങനെയല്ല. ഇപ്പോഴത്തെ സ്ഥിതി 2 സീറ്റുകളുള്ള കേരള കോൺഗ്രസ്, ജോസഫ് അവിടെയുണ്ട്. അവർ 11 സീറ്റിൽ മത്സരിക്കുകയും 2 സീറ്റിൽ ജയിക്കുകയും ചെയ്തു. ആ 2 സീറ്റ് ജോസ് കെ മാണിയുമായി മത്സരിച്ച് ജയിച്ച സീറ്റുകളാണ്. അപ്പോൾ ജോസ് കെ മാണി വെറുതെ. ഇപ്പോൾ മോൻസ് ജോസഫ് അല്പം മുമ്പ് പറഞ്ഞു, ഈ ചർച്ച തന്നെ അപ്രസക്തമാണ്. കാരണം അവരുടെ നേതാക്കളെല്ലാം, ജോസ് കെ മാണി അടക്കം, ഞങ്ങൾ ഇടതുപക്ഷത്തും കൂടി അടിയുറച്ച് നിൽക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ സംശയം എന്നുള്ളതാണ് ജോസ് കെ മാണി ചോദിക്കുന്ന ഒരു റോഷി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ശരിയാണ്, പക്ഷേ തെറ്റുമാണ്. കാരണം കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ തലേദിവസം വരെ ഞങ്ങൾ കൂടെ ഉണ്ട്, ധൈര്യമായി നിൽക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് മുന്നണി മാറേണ്ടി വന്നു എന്ന് പറയുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ കേരള കോൺഗ്രസിൽ എന്തും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇടതുമുന്നണിയുടെ പിന്തുണയുണ്ടെങ്കിൽ CPM കേരള കോൺഗ്രസിനെ പിളർത്തും. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ് റോ ഉണ്ടാകും. റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ പിളർന്നായിരിക്കും നിൽക്കാൻ സാധ്യത.